ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ അന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ അന്നേ കുറിച്ച ഗീതം. ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ വരികൾ. ആദരണീയരായ വിധികർത്താക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് എന്റെ ആദരാഞ്ജലികൾ. പ്രകൃതി, പരിസ്ഥിതി നമ്മുടെ മാതാവ്. നമുക്ക് വേണ്ടതെല്ലാം തന്ന് നാം നിൽക്കുന്ന മണ്ണും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ശുദ്ധജലവും ഒക്കെ തന്ന് നമ്മെ സമ്പുഷ്ടമാക്കിയ പ്രകൃതിയാണ്. എന്നാൽ ആ പ്രകൃതിക്ക് നാം മനുഷ്യർ തിരിച്ചു നൽകുന്നത് എന്താണ്? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വീട് കെട്ടാനുള്ള സ്ഥലത്തിന് വേണ്ടി നാം വയലുകൾ നികത്തുകയാണ്, കുന്നുകൾ ഇടുക്കുകയാണ്, വനങ്ങളെ നശിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് എൻ്റെ ഇന്നത്തെ ഈ പ്രസംഗ വിഷയം, പ്രകൃതി ദുരന്തങ്ങൾ മാനവരാശിക്ക് നൽകുന്ന പാഠങ്ങൾ എന്ന എൻ്റെ ഇന്നത്തെ ഈ പ്രസംഗ വിഷയം ഏറെ പ്രസക്തമാകുന്നത്. തീർച്ചയായും ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ വരികൾ പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം ഉയർത്തേണ്ട കാലമായിരിക്കുകയാണ്. 2011 മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നുണ്ട്, പശ്ചിമഘട്ടം അപകടത്തിലാണ്, അത് നശിക്കാൻ ഇനി ഒരു നൂറ്റാണ്ടുകാലം ആവശ്യമില്ല, 3-4 വർഷങ്ങൾ മതിയെന്ന്. ഇത് കേരളത്തിന്റെ മാത്രം കഥയല്ല, ലോകത്താകെ തന്നെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും പ്രളയവും എല്ലാം വന്ന് ലോകം ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഈ പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം കാരണം മനുഷ്യനാണ് എന്ന് തന്നെ തീർച്ചപ്പെടുത്തി പറയാൻ നമുക്ക് സാധിക്കും. അത് തന്നെയല്ലേ വാസ്തവം? ഇത്തരത്തിലേക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത്തരത്തിലേക്ക് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ നാം കേരളീയർ തന്നെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്ന് നാം ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അത് മനുഷ്യന്റെ ഈ പ്രവൃത്തികളോടുള്ള മറുപടിയാണ് എന്ന തിരിച്ചറിവാണ് ആവശ്യം. ആ തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് നാം കടക്കണം. പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് നാം മാറണം എന്നത് തന്നെയാണ് തീർച്ചയായും വാസ്തവം. ഇത്തരത്തിലേക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിലേക്ക് നാം പോകണം. അവിടെയാണ് സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. പ്രകൃതിയോടൊപ്പം പ്രകൃതിയുടെ കൈചേർത്തുകൊണ്ടുള്ള വികസനം. പ്രകൃതി ദുരന്തങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ആ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കുവാനുള്ള കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രകൃതിയെ നാം സ്നേഹിക്കുമ്പോൾ, അതിനെ സംരക്ഷിക്കുമ്പോൾ നാമും സുരക്ഷിതരാകുന്നു എന്നുള്ളതാണ്. പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ന് ലോകത്ത് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ പ്രകൃതിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ അവയെ നമുക്ക് പൂർണ്ണമായി അല്ലെങ്കിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങളെ ചുരുക്കുവാൻ സാധിക്കും. നാറാണത്ത് ഭ്രാന്തന്റെ വരികൾ പ്രതീക്ഷ നൽകുന്നതാണ്. നിസ്വാർത്ഥ സിംഹാസനത്തെ കടലെടുക്കും, അതിൽ നിന്നൊരു പുതിയ തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്നത്. ഇന്ന് പ്രകൃതി ദുരന്തങ്ങളെ കേരളം നാം കണ്ടു. 2018 മഹാപ്രളയം. ആ പ്രളയത്തെ നാം അതിജീവിച്ചത് മനുഷ്യ നന്മയെ കൊണ്ടാണ്. അത്തരത്തിലേക്ക് ഈ സമയവും കടന്നു പോകുമെന്ന രീതിയിൽ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം. എന്നാൽ അതിനപ്പുറത്ത് ഇതിന്റെ ശരിയായ അർത്ഥം, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ കാരണം മനുഷ്യന്റെ ഇത്തരം പ്രവർത്തികളാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ ഈ കൈകോർക്കലിൽ നമുക്ക് വളരാം എന്ന തിരിച്ചറിവാണ് ആവശ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രകൃതിയും മനുഷ്യനും കൈകോർത്ത് നിൽക്കുന്ന നാടാണ് ഏറ്റവും സുരക്ഷിതമായ, സംരക്ഷിതമായ, സമാധാനപൂർണമായ നാട് എന്ന തിരിച്ചറിവിൽ ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.